ഇന്ന് നമുക്ക് ചക്കക്കുരു കൊണ്ട് ഒരു സ്റ്റൂ ഉണ്ടാക്കാം. 10-12 ചക്കക്കുരു എടുത്ത് അതിൻ്റെ തോല് പൊളിച്ച് വൃത്തിയാക്കി എടുക്കാം. ഇതേപോലെ വെളുത്ത കളറിൽ തോല് പൊളിക്കണം. ഇനി ഇത് ചെറുതായി വട്ടത്തിൽ മുറിച്ചെടുക്കണം. നല്ല സ്വാദുള്ള ചക്കക്കുരുവാണെങ്കിൽ ആരും ഇത് ചക്കക്കുരുവാണെന്ന് പറയില്ല. ഇതിന് വേണ്ട മസാല: 1 ഏലക്കായ, 2 നുള്ളി പെരിഞ്ജീരകം, 3-4 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, 10-12 മണി കുരുമുളക്. ഇനി പാനിലേക്ക് മസാലകളെല്ലാം ഇട്ട് ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇത് ഒരു കല്ലിലിട്ട് ചതച്ചെടുക്കാം. നിങ്ങളിങ്ങനെ ഇതുവരെ ചക്കക്കുരു കൊണ്ട് സ്റ്റൂ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നിങ്ങളെടുക്കുന്ന ചക്കക്കുരു നല്ലതുപോലെ വേവുന്നതും നല്ല സ്വാദുള്ളതും ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇനി ഇങ്ങനെ ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ പകുതി സവാള മുറിച്ചത്, 2 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, പിന്നെ ചതച്ചെടുത്ത മസാലയും ഇട്ട് 3-4 ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടണം. അതിനുശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ചക്കക്കുരു നല്ലതുപോലെ വെന്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായി ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് അവസാനമായി തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ച് ഒന്ന് തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ ഓഫ് ചെയ്യാം. അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല സ്വാദാണ്. ചക്കക്കുരു കൊണ്ട് അങ്ങനെ ആരും സ്റ്റൂ ഉണ്ടാക്കിയത് കണ്ടിട്ടില്ല. ഇതിന് നല്ല പുതിയ ചക്കക്കുരുവാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വറുത്തിടാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.